മറ്റാരുണ്ട് LDF അല്ലാതെ? ഇപ്പോൾ സുനിൽകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വി എസ് സുനിൽകുമാർ, ഇതിപ്പോൾ തൃശ്ശൂരിൽ രണ്ടിടത്താണ് 24 മണിക്കൂറിനിടയിൽ ഈ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം, വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കിറ്റുകൾ പിടിച്ചെടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഈ ഒളരിയിലുണ്ടായ ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട വിവാദം നമുക്കറിയാം. താങ്കൾ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്? BJPയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്ന് പറയുന്നത് ഈ വടക്കേ ഇന്ത്യൻ മോഡലിൽ ഇവിടെ വർഗീയ വേർതിരിവുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടത്തുന്നു. അതേ സമയത്ത് ഇവരുടെ കേന്ദ്രമന്ത്രിമാരും വടക്കേ ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു പണം കൊടുക്കുന്നു, മദ്യം ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ വിഷുവിനെന്ന വ്യാജേന അവര് വ്യാപകമായി പല സ്ഥലങ്ങളിലും കിറ്റുകൾ വിതരണം ചെയ്യാണ്. ഇന്നലെ ഉളരിയില് കിറ്റ് വിതരണം ചെയ്തപ്പോ അവിടെ കിറ്റ് വാങ്ങാൻ വന്ന സ്ത്രീകൾ തന്നെ പറഞ്ഞത് BJPയുടെ നേതാവായിട്ടുള്ള രാധാകൃഷ്ണൻ പറഞ്ഞിട്ടാണ് വന്നതെന്നാണ്. ആ രാധാകൃഷ്ണനെതിരെ ഇന്ന് കേസെടുത്തിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ വരുന്ന സ്ഥാപനമല്ല. അവരിപ്പോ കേസെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വാടാനപ്പുള്ളിയിൽ അത് തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തൊട്ടു മുമ്പ് തൃശ്ശൂരിൽ തന്നെ മറ്റൊരു ഹോട്ടലിൽ ഇതിന് സമാനമായ ഒരു പരിപാടി നടന്നു. അവിടെയും ഇതുപോലെ ഇടപെടലുണ്ടായപ്പോൾ അവർ പിന്മാറി. അതിനു മുമ്പ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മുറ്റിച്ചൂരിലൊരു ഒരു ഉന്നതിയില് രാത്രി സമയത്ത് കിറ്റുകൾ വ്യാപകമായി കൊണ്ടുവന്ന് കൊടുത്തതായിട്ടുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ വ്യാപകമായി ഇവർ തൃശ്ശൂരിൽ വ്യാപകമായി എല്ലാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും BJPയുടെ ഇത്തരം പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നാണോ താങ്കൾ ആരോപിക്കുന്നത്? വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ BJPയുടെ നേതാക്കന്മാർ നിഷേധിക്കുന്നത് അവര് സ്വാഭാവികമായിട്ടും നിഷേധിക്കല്ലാതെ അവര് ഞങ്ങളാണ് ചെയ്തതെന്ന് പറയില്ലല്ലോ. നിങ്ങളിപ്പോ ഏത് പത്രക്കാരെ എന്നിട്ടും ഇപ്പൊ BJP നേതാവിനോട് കിറ്റ് വിതരണം ചെയ്ത് നിങ്ങളാണെന്ന് ചോദിച്ചാൽ അവർ നിങ്ങളാണെന്ന് പറയൂ. അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ. ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഇന്നലെ ഞങ്ങളിത് കണ്ടെത്തിയത് അവിടെയുള്ള ആളുകൾക്ക് ഈ ഉന്നതിയിലുള്ള ആളുകള് അവിടെ പോയി ഇത് മേടിക്കുന്ന വിവരം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ തന്നെ നേരിട്ട് അവിടെ കണ്ടതാണ്. 100 കണക്കിന് കിറ്റുകൾ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ BJPയുടെ പ്രാദേശിക നേതാക്കന്മാർ പല അതുപോലെ ബാർ ഹോട്ടലുകളിൽ അവർ ഏർപ്പാടാക്കിയിരിക്കണം മദ്യം കഴിക്കാൻ. ആര് വന്നാലും മദ്യം കൊടുക്കുക, അവർ പറയുന്ന ആൾക്കാർക്ക് മദ്യം കൊടുക്കുകയാണ്. അതിന് പുറമെ വ്യാപകമായ തോതിൽ മദ്യം എത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഗൂഗിൾ പേ വഴി പണം എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രിമാരും അതുപോലെ തന്നെ ഗുജറാത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള മുഖ്യമന്ത്രിമാർ നേരിട്ട് വന്ന് സ്ഥാനാർത്ഥികളുടെ കൂടെ നോമിനേഷൻ കൊടുക്കുന്ന ഒരു ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരെന്തിനാണ് ഇവിടെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്? നോമിനേഷൻ കൊടുക്കാനാണോ? അതിനല്ല. വടക്കേ ഇന്ത്യയിൽ നിന്ന് ലിക്വിഡ് മണി ഇങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പണം ഇങ്ങോട്ടേക്ക് എന്നാണ് താങ്കൾ പറയുന്നത്? പണം വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായി. നിങ്ങൾ അത് ഗൂഗിൾ പേ വഴി പോലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ പ്രവർത്തകന്മാർക്ക് മുഴുവൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും അതിനുവേണ്ട ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ഉന്നതികളിലും അവിടെ എല്ലാം തന്നെ പ്രത്യേക സ്ക്വാഡുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് ഞങ്ങൾ അതിന് നടപടിയായിട്ട് മുന്നോട്ട് പോവാണ്. ഇങ്ങനെ കിറ്റുകൾ വിതരണം ചെയ്യുന്ന ഏത് സ്ഥലത്താണെങ്കിലും ഏത് സ്ഥാപനമാണെങ്കിലും ആ സ്ഥാപനത്തിനെതിരായി ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങൾ ഉയർത്തും. പരസ്യ പ്രചരണം അവസാനിക്കാൻ 2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. പോളിംഗ് ബൂത്തിൽ എത്താൻ 4-5 ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ സമയമാണ്. ഇതിനുള്ളിൽ എങ്ങനെ പ്രതിരോധം തീർക്കാൻ കഴിയും LDFന്? അത് ഞങ്ങളുടെ സംഘടനാ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. അതുകൊണ്ട് ഇത്തരം ഉന്നതികളിലും അതുപോലെ പാവപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം BJP ജനങ്ങളെ സത്യത്തിൽ അപമാനിക്കുകയാണ്. കിറ്റ് കൊടുത്തും പണം കൊടുത്തും വോട്ട് നേടാൻ കഴിയുമെന്ന നിലയിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുകയാണ്. 2024 ഇലക്ഷനില് ഈ തൃശ്ശൂരിൽ തന്നെ അതേ ഉന്നതിയിൽ തന്നെ പണം കൊടുത്തു എന്ന ആ വിഷയം പുറത്തു കൊണ്ടുവന്നതാണ് ഇപ്പൊ ഹൈക്കോടതിയിൽ ഞങ്ങൾ കൊടുത്ത കേസിന് ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട തെളിവ്. അവർ പണം കൊടുത്തതാണ്. അപ്പൊ ഇങ്ങനെ പണം കൊടുത്തും ആളുകളെ വശംവദാക്കാൻ വേണ്ടിയിട്ടുള്ള പല ഇപ്പോ ഗോപാലകൃഷ്ണൻ ചെയ്ത കാര്യം എന്താണ്? വർഗീയ വിഷം തുപ്പി അവിടെ വർഗീയ ചേരുതിൽ ഉണ്ടാക്കാൻ നോക്കുകയാണ് വോട്ട് കിട്ടാൻ വേണ്ടി. ഈ പണവിതരണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ സഹിതം മുന്നിലേക്ക് എത്തിച്ച് നിയമപരമായി നേരിടാൻ നീക്കമുണ്ടോ? അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും ഇടതുപക്ഷ പ്രവർത്തകന്മാർ അവരുടെ കൈവശമുള്ള വീഡിയോ ക്യാമറ ഉപയോഗിച്ചിട്ടാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അതിന്റെ തെളിവുകൾ ശേഖരിച്ച് വ്യാപകമായ തോതിൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നു.